الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കെല്ലാവർക്കും ദീൻ പഠിക്കുക എന്നത് നിർബന്ധം. ദീൻ പഠിക്കൽ നിർബന്ധമാണ്. അത് ഓരോ കുട്ടിക്കും വലിയവർക്കുമൊക്കെ നിർബന്ധം. ഫർദ് ഐനായ ഇൽമുണ്ട്, ഫർദ് കിഫയായ ഇൽമുണ്ട്. നിർബന്ധമായും ഇൽമ പഠിക്കണമെന്നതിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. അത് ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ, അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇബാദത്ത് എടുക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാവണം. നമ്മൾ ഒരിക്കൽ സീരിയസ് ആയി ആ വിഷയം പറഞ്ഞതാണ്. അറിയുന്ന ആളുകൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് അവർക്ക് അവരുടെ ഖൽബിൽ അതിന്റെ ഗൗരവവും അതിന്റെ മഹത്വവും അതിനെക്കുറിച്ചുള്ള ഭയവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതാ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. വിവരമുണ്ടാക്കുക എന്നത് ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചൊരു ചോദ്യമുണ്ട്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. തന്റെ മുഖത്തിന്മേൽ മുഖം കുത്തി നടക്കുന്നവനാണോ ഏറ്റവും സന്മാർഗം പ്രാപിച്ചവൻ? അതല്ല, രണ്ട് കാലിൽ നിവർന്ന് നേരായ പാതയിലൂടെ പോകുന്നവനാണോ? അതൊരു ഗൗരവമുള്ള ചോദ്യമാണത്.
അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി ശബിയൻ അലാ സിറാത്തി മുസ്തഖീം. പക്ഷെ ധാരാളം ആളുകളും മൂക്കുമ്പലാണ് പോണത്, മുഖത്തുമ്പലാണ് പോണത്. എന്നിട്ട് അവർ വിചാരിക്കുന്നുണ്ട് ഞങ്ങളാണ് എന്ത് നേരായി നടന്നു പോണ ആളാണെന്ന് അവരവർ വിചാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി, ഗ്രൂപ്പ്, സംഘടന അങ്ങനൊന്നും അല്ല കേട്ടോ, വൈയക്തികമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിക്കും ഞാൻ ശരിക്കാ നടക്കണമെന്ന്. യഥാർത്ഥത്തിൽ ഞാൻ മുഖംകുത്തിയാ നടക്കണം. കാരണം എന്താ, ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ എനിക്ക് നിർബന്ധമായും അറിവുണ്ടാവേണ്ടത് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ അറിവില്ല. അപ്പൊ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടുന്ന ഇൽമ്, അതാ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് തരത്തിലാണ് ഇൽമുള്ളത്. ഒന്ന്, പഠിക്കൽ നിർബന്ധമായ, ഓരോ വ്യക്തിക്കും നിർബന്ധമായ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒന്ന്, അയാളുടെ വിശ്വാസം, അഖീദ, അഖീദത്തുൽ മുസ്ലിം, അഖീദത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അഖീദ, വിശ്വാസ മേഖലകൾ, അത് പഠിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. തന്റെ അഖീദ ശരിയാക്കുവാൻ, ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കുവാൻ ആ ഇൽമ നിർബന്ധമാണ്. രണ്ടാമത്തത്, അവന്റെ ഇബാദത്തുകൾ ശരിയായി തീരണം എങ്കിൽ നിർബന്ധമായും അവൻ പഠിച്ചിരിക്കേണ്ട ഇൽമ്. അത് നാട്ടിലെ കുറെ മൗലവിമാര് പഠിച്ചതുകൊണ്ടായില്ല, ഓരോരുത്തരും പഠിക്കണം. പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? നിസ്കാരത്തിന്റെ ഫർള് എത്രയാണ്, ഷർത്ത് എത്രയാണ്, ഷഹാദത്ത് കലിമയുടെ ഫർള്, ഷർത്ത്, നോമ്പിന്റെ ഷർത്ത്, ഫർള്, അങ്ങനൊക്കെ തുടങ്ങി കുറെ അറിവുകൾ പലപ്പോഴും നമ്മുടെ ആളുകൾ, മഹാഭൂരിപക്ഷം വരുന്നാലും വിഷയം വന്നാൽ നേരെ വിളിക്കും മൗലവി എന്താണെന്ന് പറഞ്ഞു. ഇവന് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഇൽമോനില്ല, ഇവൻ പഠിച്ചിട്ടില്ല. ഇത് മൗലവിമാര് ഏതെങ്കിലും പണ്ഡിതന്മാര് പഠിച്ചു വെക്കേണ്ട ഇൽമല്ല, അത് വേറെ ഞാൻ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പൊ തന്റെ ഇബാദത്ത് ശരിയാകാൻ ആവശ്യമായും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടുന്ന ഇൽമ്, അത് വൈയക്തികമാണ്. അതിനെയാണ് ഫർള് ഐൻ എന്ന് പറയുക. മൂന്നാമത്തത്, തന്റെ ഇടപാടുകളൊക്കെ ശരിയാകാൻ ആവശ്യമായ വിവരം, അതായത് മുആമലാത്തുകളെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ്, നിർബന്ധമായും ഉണ്ടാവേണ്ടത്. എങ്ങനെയാണ് കച്ചവടം നടത്തുന്നത്, എങ്ങനെയാണ് വിൽക്കേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടത്, എങ്ങനെയാണ് കടമിടപാടുകൾ, എങ്ങനെയാണ് നിക്കാഹ്, എങ്ങനെയാണ് തലാഖ്, ഇതൊക്കെ മുആമലാത്ത്, മുനാക്കഹാത്ത് വിഷയങ്ങളൊക്കെ പെട്ടത്. അത് അറിഞ്ഞിരിക്കൽ ഫർള് ഐനാണ്, നിർബന്ധമായും അറിയേണ്ടതാണ്. ഇതൊന്നും പലപ്പോഴും നമ്മുടെ സാമാന്യ ജനങ്ങൾ അത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല. മതപഠനം എന്ന് കേൾക്കുമ്പോഴേക്കും മൗലവിയാകാനുള്ള പഠനം എന്ന് ചിന്തിച്ചു വശായിപ്പോയി. മതപഠനം എന്ന് കേൾക്കുമ്പോഴേക്ക് അത് കുറെ മുസ്ലിയാക്കന്മാരെ ഉണ്ടാക്കാൻ, ചില പ്രസംഗകരെ ഉണ്ടാക്കാൻ, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ആളുകളെ ഉണ്ടാക്കാൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ. യഥാർത്ഥത്തിൽ അത്തരം ചില ചിന്താഗതികൾ ഈ സമൂഹത്തിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നിർബന്ധമായും ഉണ്ടാവേണ്ട വിവരം ആ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇല്ല. ബാപ്പക്ക് സമയം കിട്ടിയില്ല. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഞാൻ ചോദിച്ചാൽ എന്നോട് എക്സ്ക്യൂസ് പറയും, എന്ത്, ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല, ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, റെഡി. എങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അത്രയും ഗൗരവത്തിൽ അത് ചെയ്തോ? ഇല്ല. എന്താ മൗലവി, കാലം മാറിയില്ലേ, ഇപ്പൊ ഭൗതിക വിദ്യാഭ്യാസം അല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും, അതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യം അതിനാ കൊടുത്തത്. തീർന്നോ? പാപ്പയും കഴിഞ്ഞു, മോനും കഴിഞ്ഞു. രണ്ടുപേർക്കും അള്ളാഹു നൽകിയിട്ടുള്ള നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞ വിജ്ഞാനം രണ്ടുപേർക്കും ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇത് ഗൗരവമുള്ള വിഷയമാണത്. അപ്പൊ ആളുകൾക്ക് ഇന്ന് മതപഠനം എന്ന് പറയുന്നത്
രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. രണ്ടാമത്തെ ഭാഗം കിഫയാണ്, മർദ് കിഫായ എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിലുമുള്ള മസ്അലകളെ കുറിച്ചുള്ള ചർച്ച, അതിന്റെ അസ്ലിയായ ചർച്ച, അങ്ങനെ തുടങ്ങുന്നതൊക്കെ ഡീപ്പാണ്. അത് വേണമെങ്കിൽ പഠിച്ച് കുറച്ചാളുകൾ പഠിച്ചാൽ മതി, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഒഴിവായിക്കോളും. കുറച്ചാളുകൾ പഠിച്ചാൽ മതി, ബാക്കിയുള്ളവരൊക്കെ ആ കുറ്റത്തുനിന്ന് ഒഴിവാകും. അതാണ് ആലിമീങ്ങൾ, പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞൊരു വിഭാഗം വരുന്നത്. അത് ഡീപ്പായി അത് മനസ്സിലാക്കിയ ആളുകളെ കുറിച്ചാണ്. പക്ഷെ ഞാൻ ചർച്ച ചെയ്യുന്ന ആ വിഷയമേ അല്ല, ആ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല. നമ്മൾക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന അറിവുണ്ടോ? നമ്മൾ പഠിച്ചോ? നമ്മുടെ മക്കളെ ആ രൂപത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ആളുകൾക്ക് മദ്രസ എന്ന് കേൾക്കുമ്പോഴേക്ക് രണ്ടാം നമ്പരാണ്. സ്കൂളിന്റെ കാര്യത്തിൽ ഇത് മുമ്പൊരു കവി പറഞ്ഞൊരു വാക്കുണ്ടെന്ന്, ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വേണ്ടി ഒരു ദിർഹമും ചെലവഴിക്കൂല, മരിച്ചുപോയതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ദിർഹമാ ചെലവഴിക്കുന്നത്. അവർ കെട്ടിപ്പൊക്കാനും ഉറൂസ് നടത്താനും ഒക്കെ. എടാ, അതിന്റെ തൊട്ടടുത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് കഷ്ടപ്പെടുന്നവർ, അവനൊന്നും ഒരു ദിർഹം കൊടുക്കാൻ ഇവൻ തയ്യാറല്ല എന്ന് പറഞ്ഞതുപോലെ ഐഹികമായ നേട്ടം മാത്രം ഉദ്ദേശിക്കുന്ന ഒരു പഠനത്തിന് ആയിരങ്ങൾ ചെലവഴിക്കാനും അതിനുവേണ്ടി സമയം കളയാനും അതിനുവേണ്ടി ജാഗരൂകരായി മുന്നോട്ട് പോകണം. എന്നാൽ ഐഹിക ലോകത്തിന്റെ വിജയത്തിനും പാരത്രിക ലോകത്തിന്റെ വിജയത്തിനും ഒരുപോലെ സഹായിക്കുന്ന നിർബന്ധ അറിവ് കിട്ടാത്ത വിഷയത്തിൽ നമ്മൾ ആരും ബോധേടല്ല. നമ്മൾ ഭൂരിപക്ഷ ആളുകളും ആ വിഷയത്തിൽ പരാജയമാണ്. നിങ്ങൾ പുതിയ തലമുറ നോക്കൂ. പുതിയ തലമുറയെ സംബന്ധിച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ബേജാറ് പറയണ്ട, എന്താ കാട്ട കുട്ടികളൊക്കെ അങ്ങനെ എങ്ങനെയെന്ന്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ആ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ കൊടുക്കേണ്ടുന്ന വിജ്ഞാനം കൃത്യമായി കൊടുക്കാൻ ബാപ്പ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഉമ്മ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പാണ് ആ കുട്ടികളെ കൊണ്ട് ഈ സമൂഹത്തിൽ ഉണ്ടാവേണ്ടുന്ന ഗുണങ്ങൾ നഷ്ടപ്പെടും. ആ നിർബന്ധ വിവരമില്ലെങ്കിൽ ആ കുട്ടികൾക്ക് അവരുടെ ഇബാദത്ത് നടത്താൻ കഴിയില്ല, അവർക്ക് അവരുടെ വിശ്വാസം കൃത്യമാക്കി നിലനിർത്താൻ കഴിയില്ല, അവരുടെ ഇടപാടുകളിൽ കൃത്യത വെക്കാൻ കഴിയില്ല. എന്നിട്ട് ഒരു സമൂഹം നശിച്ചു പോകുന്നതിന്റെ കുറ്റം മുഴുവനും ഏതെങ്കിലും ഒരാളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടണ്ട. അവനവനിലേക്ക് കുറ്റം തിരിച്ചു വെക്ക്. ഞാൻ എത്രത്തോളം ഈ വിഷയത്തിൽ ചെയ്തു, എന്റെ കുട്ടികളെ, എന്റെ പേരക്കുട്ടികളെ, ആ കുട്ടികളെ, തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളെ, അവരെ കൃത്യമായി ഈ ദീനെ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് ഞാൻ എന്താ ചെയ്തത്? ഞാൻ സ്കൂളിനെതിരല്ല കേട്ടോ, കോളേജിനും എതിരല്ല, അത് രണ്ടിനും എതിരല്ല. പക്ഷെ രണ്ടിന്റെയും വാല്യൂ ഇതിന്റെ താഴെയാണ്. ഇതിന്റെ താഴെ മാത്രമേ ഉള്ളൂ അതിന് വാല്യൂ. നിനക്ക് നിർബന്ധമായി നീ രക്ഷപ്പെടേണ്ടുന്ന ഇൽമില്ലെങ്കിൽ വേറെ എന്ത് ഇൽമുണ്ടായിട്ടെന്താ കാര്യം? വേറെ എന്ത് ഇൽമുണ്ടായിട്ടെന്ത് കാര്യം? നീ ഡോക്ടറോ എഞ്ചിനീയറോ ഇനി സയന്റിസ്റ്റോ എന്തോ ആയിക്കോട്ടെ, നിന്നെ കൃത്യമായി ലീഡ് ചെയ്യുന്ന അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിവരം നിന്റെ കയ്യിലില്ലെങ്കിൽ നീ ബിഗ് സീറോ, വട്ടപ്പൂജ്യാണ്. ഇത് നമ്മൾ എത്രത്തോളം ആളുകൾ ചിന്തിച്ചിട്ടുണ്ട്? ഇന്ന് ധാരാളം പഠനം നടത്താൻ ആവശ്യമുള്ള ധാരാളം മേഖലകളുണ്ട്. അതിലേക്കൊക്കെ ഇറങ്ങാനുള്ള, അതിലേക്കൊന്ന് ഇറക്കി കൊടുത്താൽ മതി, നമ്മളൊന്ന് കൊടുത്താൽ മതി, അള്ളാഹ് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. പക്ഷെ നമ്മളാണ് വിളങ്ങുതടി, ബാപ്പയും ഉമ്മയുമാണ് തടഞ്ഞു നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം എന്റെ മുന്നിൽ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളോടും, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ട്, അവരോട് ചോദിക്കാൻ, മദ്രസയിൽ ഒരു പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് പോകുന്ന ഇതുവരെ പോയിട്ടുള്ള എത്ര രക്ഷിതാക്കൾ ഇക്കൂട്ടത്തിലുണ്ടാവും? എത്ര രക്ഷിതാക്കൾ ഇക്കൂട്ടത്തിലുണ്ടാവും? അതേസമയത്ത് സ്കൂളിൽ നിന്ന് ഒരു പാരന്റ് മീറ്റിംഗ് പറഞ്ഞാൽ 10 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് എത്തും. ഇല്ലേ? നടു അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ നമുക്ക് പറ്റിപ്പോയത്?
മദർസയിലെ ഉസ്താദുമാർക്ക് കൊടുക്കുന്ന ശമ്പളമൊക്കെ വളരെ ചെറുതാണ്. ഇത് പക്ഷെ നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ആളാണ് ഉസ്താദുമാർ. അത് നമ്മളെ സമൂഹത്തിന് വന്നൊരു പരാജയമാണ്. കാരണം ഏറ്റവും വാല്യബിൾ പേഴ്സണ് ഒരു വാല്യൂ ഇല്ല, ഏറ്റവും വാല്യബിൾ ആയ ആൾക്ക് ഒരു വാല്യൂ ഇല്ല. മദർസയിലെ ഏറ്റവും താഴെയുള്ള ആളാരാന്ന് ചോദിച്ചാൽ 1ാം ക്ലാസ് പഠിപ്പിക്കുന്ന ആള് അല്ലേ. 5ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് അത് സദർ മുഅല്ലിമാണ് പഠിപ്പിക്കുന്നത്. സദർ അവിടെ അല്ല പഠിപ്പിക്കുന്നത്, സദർ 1ലാണ് പഠിപ്പിക്കുന്നത്. 1ാം ക്ലാസ്സിലാണ് ഒരു കുട്ടിയുടെ ജീവിതത്തെ, കുട്ടിയുടെ അറിവിനെ, കുട്ടിയുടെ പാരായണത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘട്ടം. ഏറ്റവും വിവരമുള്ള ആള്, ഏറ്റവും ക്രിയാത്മകമായി ചിന്തിക്കുന്ന ആളുമാണ് 1ാം ക്ലാസ് പഠിപ്പിക്കാൻ. നമുക്ക് കോളേജ് കിട്ടുന്ന കുട്ടികളെ പിടിച്ചു അഡ്ജസ്റ്റ് ചെയ്യും. ഞാനിത് കമ്മിറ്റിയും ആളുകളൊക്കെ ചിന്തിക്കേണ്ടതാണ്. ആരാണ് ഏറ്റവും നല്ല, ഏറ്റവും ശക്തമായി ഈ സമൂഹത്തെ നയിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും യാതൊരു സംശയമില്ല, മദർസ മുഅല്ലിമുകൾ തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ തന്റെ എഫേർട്ട് മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യൻ, അയാളാണ് ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്കു വേണ്ടി ഏറ്റവും അധികം ശക്തമായി പണിയെടുക്കുന്നവൻ. മദ്രസയിലെ ഉസ്താദ്, അവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. അവിടെ നിന്ന് നമുക്ക് ചിന്തനല്ലോ ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയാൾ പഠിപ്പിക്കണം ശരിയാവണില്ല, അതുകൊണ്ട് മൂപ്പരെ മാറ്റി കുറച്ചും കൂടെ ഏബിളായ ഒരാളെ അവിടെ വെക്കുന്നു? ഒരു രക്ഷിതാവും പറഞ്ഞു കേൾക്കൂല. കാരണം എന്താ? പാരന്റ്സ് മീറ്റിങ്ങിന് പോയിരുന്നാൽ പോലും എന്താ എത്രയും പെട്ടെന്നൊന്ന് കഴിഞ്ഞ് പോയാൽ മതി എന്നാണ്. കാരണം ഇത് നമുക്ക് വിഷയമേ അല്ല. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാഹു റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. മൻ സലക ത്വരീഖൻ, ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചു, യൽതമിസു ഫീഹി ഇൽമ, അവിടുന്ന് ഇൽമ പഠിക്കാൻ, അറിവ് നുകരാൻ വേണ്ടിയാണ് പോകുന്നത്. ആ അറിവ് നുകരാൻ പോകുക എന്ന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി പറയേണ്ടത് ഫർദ് ഐനായ ഇൽമിനെ കുറിച്ച് തന്നെയാണ്. ആ ഇൽമ പഠിക്കാൻ ഒരു കുട്ടി പോയാൽ ബാക്കി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് പോയാൽ ആ കുട്ടിക്ക് അയാൾക്ക് സ്വർഗത്തിലേക്ക് മാർഗം എളുപ്പമാക്കി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഗൗരവമുള്ളതാണ്. മനസ്സിലായോ? പിന്നെ ഇപ്പോഴത്തെ ഒരു സംഗതിയുണ്ട്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വിഷമൊക്കെ ഉണ്ടാകും. പക്ഷെ വിഷമം ഉണ്ടാകുന്നത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. പറയേണ്ടത് പറയേണ്ടി വരും. ചില സ്കൂളുകളിലൊക്കെ നമ്മൾ കാണാം, ആ സ്കൂളുകൾ മദ്രസ പഠനം കൂടി കൊടുക്കുന്നു എന്നാണ് പറയാ. മദ്രസ പഠനം കൂടി കൊടുക്കുന്നു, കൃത്യമായിട്ട് ഞാൻ പറയാം. അതിന് വ്യക്തമായ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആ പഠനം നല്ലതാണ്. അല്ല ഒപ്പിക്കൽസ് പരിപാടിയാണെങ്കിൽ അത്തരം സ്കൂളുകളിലേക്ക് നിങ്ങളുടെ കുട്ടികളെ മതപഠനം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മതപഠനം മക്കൾക്ക് കിട്ടും, അള്ളാഹിനെ കുറിച്ച് കുട്ടി അറിയും, നിസ്കാരത്തെ കുട്ടി അറിയും, നോമ്പിനെ കുറിച്ച് മക്കൾക്ക് അറിയാൻ പറ്റും. അതുണ്ടാവൂല. അതൊക്കെ ഒരു ചപ്പരാച്ചി അടിച്ചു പോലെ ഉണ്ടാവുള്ളൂ. അതൊരു പക്ഷേ ആളുകൾക്ക് വിഷമം ഉണ്ടാകും. പക്ഷെ എനിക്കത് പ്രശ്നമല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് യാഥാർത്ഥ്യം പറയേണ്ടതാണ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കിട്ടണം. ഏതാ കുട്ടി ഞാൻ മരിച്ചു കിടക്കുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർലി അബീ എന്ന് തന്റെ ഹൃദയം പൊട്ടി കണ്ണുനീരോടെ തന്റെ വാപ്പക്ക് വേണ്ടി ദുആ ഇറക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത മേഖലയാണത്. തിരിഞ്ഞാൻ പറഞ്ഞു, നിന്റെ ഖബറിന്റെ അടുത്ത് വരുമ്പോ നീ മരിച്ചു പോയി കഴിഞ്ഞാലും അവൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം സ്വന്തം വാപ്പായെ ഓർത്തെടുത്ത്, സ്വന്തം ഉമ്മയെ ഓർത്തെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് ആ കുട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ അവിടെ നീ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? എന്റെ കുട്ടി അത് പഠിച്ചോളൂ, ഇല്ല കിട്ടൂല. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സച്ചരിതനായ ഒരു സന്താനത്തെ ബാക്കിയാക്കാൻ ഒരു വാപ്പ, ഒരുമ്മ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പ് റബ്ബിന്റെ അടുത്ത് അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ചെയ്യും, നിങ്ങൾക്ക് ഗുണം ലഭിക്കും. ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ബാക്കിയൊന്നും ഉപകാരമുള്ളതാവില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുവന്നത്. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാണ്.
നമ്മുടെ കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിക്കേണ്ടുന്ന കുറെ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ആ കുട്ടിയൊക്കെ നഷ്ടപ്പെടുന്നത്. ഞാൻ ഇപ്പൊ എൻ്റെ കുട്ടീനൊക്കെ ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പേരക്കുട്ടികളുണ്ട്, ഓലക്ക് ഇഷ്ടോടെ പഠിപ്പിച്ചോട്ടെ, പഠിപ്പിക്കണ്ട. എൻ്റെ അയൽവാട്ടിലെ കുട്ടികളൊക്കെ കാണുന്നത് ഓല് പഠിച്ചു എനിക്ക് ഇതൊക്കെ നമ്മൾക്ക് വരുന്ന ഒരു നിഷ്ക്രിയത്വം, അല്ലെങ്കിൽ എന്താ പറയാ, അവഗണനാ മനോഭാവം എന്നാ പറയാ. എടോ, ഞാൻ പറഞ്ഞിട്ടൊരു കുട്ടി ഒരു മദ്രസയിൽ പോയി പഠിച്ചാൽ, ഇന്ന മദ്രസയെന്ന് ഞാൻ പറയില്ല കേട്ടോ, ഏത് മദ്രസകളാണെങ്കിലും ആ മദ്രസയിൽ പോയി ആ കുട്ടി പഠിച്ചാൽ ആ കുട്ടിക്ക് കിട്ടുന്ന മതപരമായ കുറെ വിവരങ്ങളുണ്ട്. അത് ബോംബുണ്ടാക്കാനുള്ളതല്ല, മിസൈൽ ഉണ്ടാക്കാനുള്ളതല്ല, ഏതെങ്കിലും ഒരുത്തന്റെ വെക്കിട്ട് കയറാനുമല്ല, ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കാനുമല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ അനുയായിയെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പാനുമല്ല. ഈ രാജ്യത്തിന്റെ കൃത്യമായ വിവരങ്ങൾ മറ്റൊരുത്തനെ പങ്കുവെച്ചു കൊടുക്കാനുമല്ല. കാരണം അതിനൊന്നിനും ഒരു മുസ്ലിം പേരുള്ളവനെ കിട്ടില്ല. പക്ഷെ മദ്രസയിൽ നിന്ന് കിട്ടും കൃത്യമായ വിവരം, സംസ്കാരം, സ്വഭാവം, ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന കൃത്യത, ഓരോന്ന് വ്യക്തമായി ചെറുപ്പത്തിലെ നേടിയെടുക്കേണ്ടുന്ന ആ സംരംഭം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പക്കും ഉമ്മക്കും കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയണം, എന്റെ കുട്ടി ആ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞാലോ, ഞാൻ പറഞ്ഞിട്ട് പോയി, ആ കുട്ടി പഠിച്ചു, ആ കുട്ടിയുടെ തലമുറക്കും കിട്ടി എങ്കിൽ ഞാൻ മരിച്ചു പോയാലും ആ ഇൽമ് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് റബ്ബിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ കാണണം മദ്രസ പഠനം. റമദാൻ കഴിഞ്ഞു, ശവ്വാലായി, ഇനിയിപ്പോ നമ്മളിത് മെയ്യാണ്, അടുത്ത ജൂണിലേക്ക് കടക്കുന്നു. പുതിയ പഠന ദിവസങ്ങൾ തുടങ്ങാൻ പോവാണ്. അവിടെ നമ്മുടെ മദ്രസയിലെ നമ്മുടെ കുട്ടികൾ മദ്രസയിൽ എന്ത് പഠിച്ചു, അല്ലെങ്കിൽ മദ്രസയിലേക്ക് നമ്മളെ മക്കളെ വിടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഗൗരവത്തിൽ ആലോചിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഒറ്റ വാചകം കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം ഒരു ഇൽമ് കിട്ടിയാൽ അത്രയും വലിയ ഗൗരവമാണ് അതിന്. ആ ഇൽമ് കിട്ടുമ്പോഴാണ് അമൽ കൂടെ വരിക. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക അറിയില്ല, അങ്ങനെ നട്ടം തിരിഞ്ഞേക്കുള്ളൂ. മുൻഗാമികളൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, സയ്യിനു അൽ ഇൽമ ബി അൻഫുസികും വലാ തസയ്യനു ബിൽ ഇൽം. ഞാനൊരു അറിവാളനാണെന്ന് ഇങ്ങനെ ഭംഗിയടിച്ച് നടക്കല്ല, മറിച്ച് തനിക്ക് കിട്ടിയ അറിവ് തന്നിലൂടെ തന്റെ പ്രവൃത്തിയിലൂടെ സമൂഹത്തിന് ഭംഗിയായി വരണം. അപ്പോഴാണ് ഇൽമ് പ്രശോഭിതമാവുക. മറ്റേത് ഞാനൊരു ആലിമാണെന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ കുറിച്ച് വാപ്പയും ഉമ്മയും ഒക്കെ ഗൗരവത്തിൽ ആലോചിച്ചു. എൻ്റെ കുട്ടികൾ, എൻ്റെ പേരക്കുട്ടികൾ, എൻ്റെ വീടിനടുത്തുള്ളവർ കൃത്യമായും മദ്രസയിൽ ദീന് പഠിക്കാൻ പ്രാഥമിക വിവരം ഗൗരവതരമായി നിർബന്ധമായും പഠിക്കണം എന്നത് ഉറപ്പിക്കണം. ബാക്കി ഏതും അത്ഭുതകരമായ ഒരു വർത്താനം കൂടി ഞാൻ പറയാം. നിങ്ങളൊരു കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു നോക്ക്, ഒരു കുട്ടിക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യിപ്പിച്ചു നോക്ക്. അതിന്റെ റിസൾട്ട്, ആ കുട്ടി ഹിഫ്ള് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഏത് വിജ്ഞാനീയങ്ങളെയും ഈ തലയിലേക്ക് ആവാഹിക്കാൻ കഴിയുന്ന വിശാലത റബ്ബ് അവർക്ക് വാരിക്കോരി കൊടുക്കുന്നു. ഞാൻ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്, വെറും വർത്താനം പറഞ്ഞു പോണല്ല. അതാണ് ഖുർആനിന്റെ പ്രത്യേകത, അതാണ് ദീനിന്റെ പ്രത്യേകത. അത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കഴിയാത്തതാണ്, അല്ലെങ്കിൽ അതിന് അങ്ങനെ ലീഡ് ചെയ്യാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന അൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും നിർത്തുകയാണ്. പ്രവാചകന്റെ സ്വഹാബികളിൽ വലിയ ശ്രദ്ധതയുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ശ്രദ്ധതയുള്ള ഒരാൾ. അദ്ദേഹം പരിശുദ്ധ ഖുർആനിനെ കുറിച്ചും അതിന്റെ ഹുക്മുകളെ കുറിച്ചും ഒക്കെ കൃത്യമായ വിവരമുള്ള ആളാണ്.
അതേ പറഞ്ഞൊരു വാക്ക് കൂടി ഞാൻ ചേർത്ത് വെക്കാം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅല്ലമു അൽ-ഇൽം, തഅല്ലമു അൽ-ഇൽം, നിങ്ങൾ അറിവ് നേടണം, ദീന് പഠിക്കണം, വിവരം ആർജിക്കണം. കാരണം ഫഇന്ന തഅല്ലമുഹു ലില്ലാഹി ഖശ്യ, നിങ്ങൾ ഇൽമ പഠിക്കുമ്പോഴാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, അവനെ കുറിച്ചുള്ള ഭക്തി നിങ്ങളുടെ ഖൽബിൽ ഉണ്ടാവുക. മാത്രമല്ല ആ ഭയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇൽമ പഠിക്കണം. അതുപോലെ തന്നെ വതലബഹു ഇബാദ, ആ ഇൽമ അന്വേഷിച്ചു പോവുക എന്നത് പോലും ഇബാദത്താണ്. മാത്രമല്ല വമുദാക്കറതുഹു തസ്ബീഹുൻ, വമുദാക്കറതുഹു തസ്ബീഹുൻ, ഇൽമ അഥവാ അറിവ്, ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതും അല്ലാഹുവിനുള്ള തസ്ബീഹാൻ, പ്രകീർത്തനമാണ്. വൽബഅ്സ അൻഹു ജിഹാദുൻ, അറിവ് നേടാനുള്ള ഗവേഷണം നടത്തുക എന്നത് അത് ജിഹാദാണ്. അത് ശക്തമായ ഒരു പരിശ്രമമാണ്. വബദ്ലഹു ഖുർബത്തുൻ, അതിനുവേണ്ടി ചെലവഴിക്കൽ അല്ലാഹുവിന്റെ അടുത്ത് സാമീപ്യം കിട്ടുന്ന കാര്യമാണ്. വതഅലീമഹു മൻ ലാ യഅലമുഹു സദഖ, വിഷയങ്ങൾ അറിയാത്ത ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കൽ ധർമ്മമാണ്, സദഖയാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത്രയും ഗൗരവമുള്ള വിഷയം, ഇതിലേക്കെല്ലാം പെടാം കേട്ടോ. പക്ഷെ ഞാൻ അതിന്റെ ഒന്നാമത്തെ ഭാഗത്ത് നിൽക്കുന്നതിനെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത് മാത്രം. ബാക്കിയൊന്നും ഞാൻ പറയേണ്ട, അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ എടുക്കാൻ, ഇഷ്ടംപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ടെക്നോളജിയെ കുറിച്ചുള്ള വിവരം ആരും പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മക്കൾ ഇതേ ഇഷ്ടം പഠിച്ചെടുക്കുന്നുണ്ട്. AI കാലത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ചില ആളുകൾക്കൊന്നും അറിയില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന മക്കളോട് ചോദിച്ചാൽ വളരെ കൃത്യമായി മക്കൾ എന്ത് ചെയ്യും, ആ വിഷയം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട്, അറിയും അവർക്ക്. എന്നാൽ ആ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, മോനടാ ഡാ ഷഹാദത്ത് കലിമയുടെ ഫർളെത്രയാടാ, ആ കുട്ടിക്ക് അറിയണ്ടാവില്ല. മോനെ ഷഹാദത്ത് കലിമയുടെ ശർത്ത് എത്രയാ മോനെ, അറിയില്ല. കാരണം ഞാനൊരു മുസ്ലിമായി നിൽക്കണമെങ്കിൽ നിർബന്ധമായും എനിക്കുണ്ടാവേണ്ടുന്ന അറിവെന്റെ അടുത്തില്ല. പക്ഷെ ഒരു AI വിഷയത്തിൽ ഭയങ്കര സംഭവമാണ്. എന്റെ കുട്ടി ആരാന്നറിയും, വല്ലാത്തൊരു പയനട്ടോൻ, ഭയങ്കര വിവരം അവന്റെ അടുത്ത്. എന്താ വിവരം? ഞാൻ ഈ പറഞ്ഞതുള്ളത്. മറ്റേതോ അത് വേണ്ടെന്നല്ല, വേണം, ഉണ്ടാവണം. പക്ഷെ മറ്റേതോ അടിസ്ഥാനപരമായി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിവരം അവന്റെ അടുത്തില്ല, എന്റെ അടുത്തില്ല. ഞാൻ കുറെ നാളുകളായി ഈ കുട്ടികൾ അങ്ങനെ നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ട്, ഓരോ പരിപാടിക്ക് പോകുമ്പോഴും. അപ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുക ഈ മക്കളൊക്കെ എന്താ സംഭവിച്ചത്. മദ്രസയിൽ പോകുന്ന കുട്ടികൾ, പോകുന്നില്ല പോകുന്ന കുട്ടികൾ, അതിന് ടൈം വളരെ കുറഞ്ഞല്ലേ ഉള്ളു അല്ലേ. 1 മണിക്കൂർ, 3/4 മണിക്കൂർ, അരമണിക്കൂർ ഇരുന്നെങ്കിലായി. ഞാൻ അങ്ങനെ പറയുന്നില്ല, ഇരുത്തിയെങ്കിലായി. ആര് ആര് മദ്രസയിലെ ഉസ്താദല്ല, ബാപ്പയുമ്മയും. ബാപ്പയുമ്മെങ്കിൽ ഇരുത്തിയെങ്കിലായി. അപ്പൊ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ, ഇൽമുള്ളവർക്ക് എന്ത് ചെയ്യുള്ളൂ, പദവി ഉണ്ടാവുള്ളൂ, മഹത്വം ഉണ്ടാവുള്ളൂ, അറിവുണ്ടെങ്കിലേ പെടും. ഞാനിവിടെ പറയാം, ഉദാഹരണം പറഞ്ഞു വെക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി ഒരു 7 വയസ്സുണ്ടെന്ന് നോക്കാം, 8 വയസ്സുണ്ടെന്ന് നോക്കാം, അല്ലെ 9 വയസ്സുണ്ടെന്ന് നോക്കാം. ഇവിടെ ഇരിക്കുന്ന ഒരാള് 60-70 വയസ്സുണ്ടെന്ന് നോക്കാം. പള്ളിയിൽ ഇഖാമത്ത് കൊടുത്തു, ഇമാമില്ല, ഇഖാമത്ത് കൊടുത്തു. മഗ്രിബിനോ ഇശാക്കോ ഇഖാമത്ത് കൊടുത്തു. കയറി വന്നിരിക്കുന്ന 8 വയസ്സുകാരൻ ഖുർആനിന്റെ 2 ജുസ്ഓ 3 ജുസ്ഓ ഹിഫ്ളാക്കിയവനാണ് എങ്കിൽ അവിടെ ഇമാം ആര് നിൽക്കണം? ആര് നിൽക്കണം? ആര് നിൽക്കണം? ഈ 8 വയസ്സുകാരൻ നിൽക്കണം. 70 വയസ്സുകാരൻ മാറിക്കണം. കാരണം എന്താ? ഇന്ന ഔലൻ നാസി ബിൽ ഇമാമ അഖറഉഹും ഖിറാഅ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ 8 വയസ്സുകാരൻ എന്റെ കുട്ടിയാണെങ്കിൽ എന്റെ വാപ്പ എന്ന് ഞാനുണ്ടല്ലോ, എന്റെ കണ്ണ്, എന്റെ കൽബും, ജീവിതത്തിൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്റെ കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരാൾക്കും നാട്ടിലെ വലിയ പ്രഗത്ഭനാണ്, പിന്നിൽ നിന്നോണം. നാട്ടിൽ വലിയ പണക്കാരനാണ്, പിന്നിൽ നിന്നോണം.
അവൻ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ കുട്ടിയായിരിക്കാം, പക്ഷേ അവന്റെ ഖൽബിൽ അല്ലാഹു കൊടുത്ത ഇൽമിന്റെ മഹത്വം എല്ലാത്തിനെയും മേലെയായി. ഈ ശറഫ് നമ്മുടെ മക്കൾക്ക് വേണോ വേണ്ടെന്ന് ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശദീകരിച്ചു പോയാൽ തീരൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കാണണം. എന്റെ കുട്ടി ഏറ്റവും കുറഞ്ഞ അങ്ങനെ വിചാരിക്കുക, എന്റെ മകൻ ഞാൻ മരിച്ചു കിടന്നാലും ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ, അഥവാ പഠനം പഠിച്ചത് മുതൽ ഇന്ന് വരെ എന്റെ നിസ്കാരത്തിലെ ഒരു നിസ്കാരം പോലും എന്റെ വാപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു നിസ്കാരം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം. ഏത് തഹിയ്യാത്തിന്റെയും അവസാനത്തിന്റെ പ്രാർത്ഥന റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറയാതെ എന്റെ ഒരു നിസ്കാരം കടന്നു പോയിട്ടില്ല എന്ന് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് എന്റെ മനസ്സിൽ ഓർമ്മ കിട്ടിയത് കൊണ്ടാണ്. എന്റെ വാപ്പയും ഉമ്മയും അങ്ങനെ നമ്മളെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മക്കളെ കിട്ടണം, അങ്ങനെ ഒരു മോനെ കിട്ടണം, അങ്ങനെ ഒരു മോളെ കിട്ടണം. അതിനെന്ത് വേണമെന്നറിയോ? ആ മക്കൾക്ക് നിർബന്ധമായും കിട്ടേണ്ടുന്ന വിവരം, എന്ത് നഷ്ടപ്പെട്ടാലും അത് കിട്ടിയിരിക്കണം എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടായാൽ അത് നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കൽബിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാ സമൂഹത്തിലും എല്ലാ നാട്ടിലും സമാധാനവും ശാന്തിയും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാത്തരം തീവ്രവാദങ്ങളെയും ഭീകരവാദങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله